Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് 6th സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം പറയാനുള്ളത് ഈ ഒരു സബ്ജക്റ്റിൽ വന്നിട്ടുള്ള പ്രത്യേകതയാണ്. ലാസ്റ്റ് 3-4 വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 5 മൊഡ്യൂളിനെ നമുക്കൊരു 12 ടോപ്പിക്സ് ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അല്ലേ, ആ ഒരു ഏരിയ ഉണ്ട്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, അതിൽ നിന്ന് ചോദ്യങ്ങളില്ല എന്നല്ല. ഇപ്പോൾ ആ ഏരിയയിൽ നിന്ന് കൂടുതൽ 2 and 5 മാർക്സ് ചോദ്യങ്ങൾ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനുശേഷം ലാസ്റ്റ് 3-4 വർഷങ്ങളായിട്ട് ഈ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിനേക്കാൾ കൂടുതൽ ബിസിനസ് എത്തിക്സ്, എസ്പെഷ്യലി ബിസിനസ് എത്തിക്സും എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെൻറ്റ്, ഈ 2 ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നു. essay ആണെങ്കിൽ 4 എണ്ണത്തിൽ 2 എണ്ണം വരുന്നത് ഇതിൽ നിന്ന്, ഒരെണ്ണം എത്തിക്സിൽ നിന്നിടുന്നു, ഒരെണ്ണം എമർജിങ് ട്രെൻഡ്സിൽ നിന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ചാപ്റ്റേഴ്സായിട്ട് 5 മൊഡ്യൂളിനെ കാണുമ്പോൾ അതിൽ essayയിൽ 4 essayയിൽ 2 essay ഈ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്നു. ബാക്കി 10 എണ്ണത്തിൽ നിന്നാണ് 2 എണ്ണം കാണുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സിൽ നിന്ന് ചിലപ്പോൾ ഒരെണ്ണം ഇടുന്നു, പിന്നെ ഏതെങ്കിലും മാറിയിട്ട് ചിലപ്പോൾ ഒരെണ്ണം ഈ CSR തന്നെ ചിലപ്പോൾ ഇടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം കണ്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ ഏരിയാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് ടഫസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇങ്ങനൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിച്ച് അവസാനിപ്പിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ബേസിക്സ് കുറേ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് 2 and 5 മാർക്സിലത്തെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. എന്തായാലും നമുക്ക് ഓർഡറിൽ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ വരുന്നത് സാധാരണ 2 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം, ഒരെണ്ണമല്ല ഒരു 2 എണ്ണമൊക്കെ, 2-3 വരെ വരാം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും 1-2. പിന്നെ 5 മാർക്കിൻ്റെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബേസിക് കൺസെപ്റ്റ്സ്, പിന്നെ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, അങ്ങനത്തെ സയൻസ്, ആർട്ട് ഉണ്ടല്ലോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. ഇതൊക്കെയാണ് ഇപ്പോൾ റിപ്പീറ്റായിട്ട് മാറി മാറി കണ്ടുവരുന്നത്. പിന്നെ MBO, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം ഫസ്റ്റ്. അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കുറച്ച് നാളായിട്ട് ചോദിച്ചിട്ടില്ല, എന്തായാലും നോക്കി വെച്ചോളൂ. ഇനിയിപ്പോൾ 5 മാർക്കിന് ഒരെണ്ണം ഈസി ആയിട്ടുള്ളത് കിട്ടിയാൽ ഭാഗ്യം. ഇനിയിപ്പോൾ essay ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ 4 എണ്ണത്തിൽ ഒരെണ്ണം എന്താണ് മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്തായാലും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കുക. പിന്നെ ഇതെന്തായാലും നോക്കിക്കോളൂ, മാനേജ്മെൻറ്റ് ആസ് എ എന്താണ് സയൻസ്, ആർട്ട്, പ്രൊഫഷൻ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, എസ്പെഷ്യലി പ്രൊഫഷൻ എന്ന് പറയുന്നുണ്ട് മാനേജ്മെൻറ്റിന്. എന്തുകൊണ്ടെന്നുള്ളത് 2 മാർക്സിനോ 5 മാർക്സിനോ നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിക്കാം കേട്ടോ. പിന്നെ നീഡ് പഠിച്ചു കഴിഞ്ഞാൽ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി ഇമ്പോർട്ടൻസ് കിട്ടും. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയണോ, ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇത് ചോദിച്ചിട്ടില്ല, ബേസിക്സ് ആണ് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാനതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. വന്നാലേ എഴുതണ്ടേ നമുക്ക്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് 2 മാർക്സിൻ്റെ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കി വെക്കുക. മിഡിൽ
ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഇതൊക്കെ സാധാരണ ആദ്യ കാലഘട്ടത്തിൽ കൂടുതൽ ചോദിക്കാറുള്ളതാണ്, ഇപ്പോൾ ഷിഫ്റ്റായി. ഇനി നെക്സ്റ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അതിൻ്റെ കൺസെപ്റ്റ് 5 മാർക്കിൻ്റെ അല്ലേ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്താണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയണത്? അതിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഇപ്പോൾ എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്താണ്, നമുക്ക് പലതും കാണാമല്ലോ അതിൽ. പല അപ്രോച്ചസിനെ പറ്റിയിട്ടൊരു നിയോ ക്ലാസിക്കലുണ്ട്, ക്ലാസിക്, അങ്ങനെ കണ്ടോ, എംപിരിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, അങ്ങനെ വലിച്ചു വാരി പഠിച്ച് നേരം കളയരുത്. നിങ്ങൾ ഫയോളും അതുപോലെ തന്നെ ടൈലറും നോക്കുക. ബട്ട് അതിൽ നിന്നും വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളല്ല ഇപ്പോൾ വരുന്നത്. ഞാൻ പറഞ്ഞു ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിൽ ആ 14 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു 2 അങ്ങനെ 2 മാർക്സിൻ്റെ കണ്ടുവരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതല്ലാണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ വലിച്ചു വാരി പഠിക്കരുത്. കണ്ടൻറ്റ് കൺസെപ്റ്റ് നോക്കി പഠിക്കുക. ഇപ്പോൾ ഇതിലിപ്പോൾ വർക്ക് സ്റ്റഡി എന്താണ്, ഇത് ടൈലറിൻ്റെയാണ്. അതിൽ വർക്ക് സ്റ്റഡി എന്താണ്, ഫാക്ടിക് സ്റ്റഡി എന്താണ്, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഇതൊക്കെ നോക്കിക്കോളൂ. 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ മെയിനായിട്ട്. ഓക്കെ, മെൻ്റൽ റെവല്യൂഷൻ എന്താണ്, 2 മാർക്സ്. പീസ് റൈറ്റ് സിസ്റ്റം 2 മാർക്സ്. ഇതൊക്കെ 2 മാർക്സിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വിട്ടിട്ടുള്ളൊരു ചോദ്യത്തിലൊന്നും വരുന്നില്ല കേട്ടോ. ഇനി ഇതിൽ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു ഫയോളാണ്. അതിലിപ്പോൾ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്താണെന്നോ, അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, ഡിവിഷൻ ഓഫ് വർക്ക്, കണ്ടോ. ഈ 14 ഏതെങ്കിലും 2 ഈ പറയുന്ന സ്കാലർ ചെയിൻ എന്താണ്, ഓർഡർ എന്താണ്, ഇതൊക്കെ ഇനിയാണ് 2 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എസ്പിരിറ്റ് ഡി കോപ്സ്, ഇതിലേതെങ്കിലും 2 ചോദ്യങ്ങൾ, 2 വരാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല കേട്ടോ, വെറുതെ നേരം കളയരുത് ഇതൊക്കെ നോക്കിയിട്ട്. ഇനി മാസ്ലോൻ്റെ ആണ് കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് സെപ്പറേറ്റ് മോട്ടിവേഷൻ തിയറീസിലുണ്ട്, അപ്പോൾ അത് അവിടെ നോക്കിയാലും മതി. ഇവിടെ വെറുതെ നോക്കി നേരം കളയണ്ട. മെഗ്രഗറിൻ്റെയും അതുപോലെ തന്നെ മാസ്ലോൻ്റെയും കാര്യങ്ങളൊക്കെ വേറൊരു ചാപ്റ്ററിലുണ്ട്, അപ്പോൾ ഇത് അവിടെ പഠിക്കാം. ഇവിടെ വെറുതെ നോക്കി സമയം വേസ്റ്റ് ചെയ്യണമെന്നില്ല. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് ഉള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതിലോട്ടാണ് നെക്സ്റ്റ് ഫോക്കസ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കുറേ ഉണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരു 4 വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുമോ എന്നുള്ളത് അറിഞ്ഞുകൂടെ, നമുക്ക് നോക്കി വയ്ക്കാം. 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് MBO എന്തായാലും നോക്കാം കേട്ടോ. 2 മാർക്സ് 5 മാർക്സ് ഇതിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് MBO, അതിൻ്റെ കൺസെപ്റ്റാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MBO റിപ്പീറ്റാണ്, ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുക. MBOനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ആണ്. ഇതൊക്കെ 2 മാർക്സിൻ്റെ ഒന്ന് മാറ്റി പിടിക്കാനാണെങ്കിൽ ഇടാറുണ്ട്. ഇപ്പോൾ MBO ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് 2 മാർക്സിൻ്റെ ചോദ്യം, ഇതൊക്കെ 2 മാർക്സിൻ്റെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ലെവലിൽ പഠിക്കുക. അതല്ലാണ്ട് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കിയിരുന്നാൽ ഇതൊന്നും അടുത്ത കാലത്ത് കഴിയില്ല. കൺസെപ്റ്റ് എന്താണ് 2 മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ഒക്കെ MBO, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ MBE, അതൊക്കെ എന്താണെന്നുള്ളത് അറിയണം കേട്ടോ. TQM നമുക്ക് ഇനി ലാസ്റ്റ് ഏരിയയിലുണ്ട്, എന്തായാലും പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്തായാലും ചോദിക്കാറുള്ള മറ്റൊരു ഏരിയയാണ്. അഗെയിൻ ഞാൻ പറഞ്ഞു MBE, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, 2 മാർക്സിൻ്റെ അത് ആ രീതിയിലേക്ക് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. ഇപ്പോൾ സാധാരണ ആദ്യ കാലഘട്ടത്തിൽ ചോദിക്കുന്നതിൽ വന്നിട്ടുള്ള ഷിഫ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്ന് കണ്ടുവരുന്നത് കേട്ടോ. MBM നോക്കി വയ്ക്കാം, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷനും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ ഉള്ള. ഇപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെ ഇടയിൽ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ
ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എക്സാമിന് ചോദിക്കാറില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇതുവരെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിൽ 14 2 ചോദിക്കുന്നുണ്ട്. അത് യൂണിറ്റ് ഓഫ് ഡിറക്ഷൻ, യൂണിറ്റ് ഓഫ് കമാൻഡ്, സ്കാർ ചെയിൻ, എസ്പ്രിറ്റ് ഡി കോപ്സ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ടൈലറിൻ്റെ ചിലപ്പോൾ മെൻ്റൽ റെവല്യൂഷൻ, ഫാറ്റിക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് കുറച്ച് നാളായിട്ട് ചോദിക്കാറില്ല. നിങ്ങൾ എന്തായാലും നോക്കി വയ്ക്കും, ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വന്നാലോ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ. അതങ്ങനെ. പിന്നെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MBE നോക്കുക, MBM നോക്കുക. ഓക്കെ, അതൊക്കെ 2 മാർക്സിന് പ്രതീക്ഷിക്കാം. പിന്നെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വയ്ക്കാം. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ കൺസെപ്റ്റ് 5 മാർക്കിൻ്റെയിലേക്ക് ഏതെങ്കിലും ഒരു അപ്രോച്ച് ചോദിക്കുന്നുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ വലിച്ചു വാരി പഠിക്കേണ്ടതൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, പ്ലാനിങ് ആണ്. ഇതിലൊരുപാടുണ്ടെങ്കിലും ഇതിൽ ഒരൊറ്റ ചോദ്യമൊക്കെ വന്നാലായി. ഇപ്പം അങ്ങനെയാണ് വരുന്നത്. പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെയിലേക്ക് അങ്ങനെ വന്നാലായി. പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ടൈപ്സ് ഓഫ് പ്ലാൻ നോക്കിക്കോളൂ കേട്ടോ. അതിൽ 2 മാർക്സിൻ്റെ പോളിസീസ് എന്താണ് ചോദിക്കുന്നുണ്ട്. പോളിസീസ് എന്താണ്, പിന്നെ റൂള്, പോളിസി, അതിൻ്റെ ഡിഫറൻസ്, സ്ട്രാറ്റജിക് പ്ലാൻ, ടാക്ടിക്കൽ പ്ലാൻ, ഈ കൺസെപ്റ്റുകളൊക്കെ നോക്കി വയ്ക്കുക. പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ നേരത്തെ പറഞ്ഞ പോളിസീസ് എന്താണ്, റൂൾ എന്താണ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് നോക്കിക്കോളൂ. ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ ചോദിക്കാം. ലിമിറ്റേഷൻസ് നോക്കി വയ്ക്കുക. അത്ര തന്നെയാണ് ഇതിൽ നോക്കണ്ട കേട്ടോ. വേറെ ഒന്നും ഇങ്ങനെ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പ്ലാനിങ്. അപ്പോൾ പോളിസി, റൂള്, സ്ട്രാറ്റജി, ഈ 3 കാര്യങ്ങൾ. അത് ലാസ്റ്റ് പ്രൊസീജിയർ, സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിന് വരാം. പിന്നെ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതൊക്കെ നോക്കി വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിൽ നിന്ന് അഗെയിൻ 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. എന്താണ് ഓർഗനൈസിങ്, ഓർഗനൈസേഷൻ എന്താണ്, അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഒറ്റ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു 3 വർഷം മുമ്പോ 4 വർഷം മുമ്പ്. അങ്ങനെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ഈ ഒരു ചോദ്യം. അപ്പോൾ അത് ആ രീതിയിലേക്കൊന്ന് നോക്കി വെച്ചോ, ഇട്ടാൽ എഴുതണ്ടേ. അപ്പോൾ പ്രിൻസിപ്പിൾസ് കേട്ടോ ഓർഗനൈസേഷൻ്റെ. പിന്നെ ഫോമൽ ഓർഗനൈസേഷൻ എന്താണ്, ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്താണ്, 2 മാർക്സിൻ്റെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. ഫോമൽ, ഇൻഫോമൽ, അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കോ. ചിലപ്പോൾ അത് ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിലോ. അപ്പോൾ ആ രീതിയിലേക്ക് പഠിക്കുക. പിന്നെ ലൈൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ 2 മാർക്സിൻ്റെ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓക്കെ എന്താണെന്നുള്ള ചോദ്യങ്ങൾ. സോ ദാറ്റ്സ് അബൌട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും മാറി മാറി വരുന്നതുകൊണ്ടേ ഒരു സ്ഥിരതയില്ല. ബട്ട് നമുക്ക് ഏകദേശം വരുന്നൊരു രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഷിഫ്റ്റ് ലാസ്റ്റ് ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചോദ്യങ്ങൾ വരുന്നു. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ നോക്കി വയ്ക്കാം. നമ്മളിപ്പോൾ ഫയോൾഡേയിൽ പഠിക്കുന്നതാണ് സ്പാൻ ഓഫ് കൺട്രോളിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ദാറ്റ്സ് അപ്പോൾ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്, 5 മാർക്കിൻ്റെ വരാം. എന്താണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, ഡെലഗേഷൻ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. നോക്കി വയ്ക്കാൻ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഡെലഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും വരാറുണ്ട്. സെൻട്രലൈസേഷൻ എന്താണ് നോക്കി വെച്ചോളൂ. ഡീസെൻട്രലൈസേഷൻ എന്താണ് നോക്കി വയ്ക്കണം. ഇതൊക്കെ 2 മാർക്കിൻ്റെയിലും 5 മാർക്കിൻ്റെയിലൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഡെലഗേഷൻ, ഡിപ്പാർട്ട്മെൻറ്റേഷൻ 2 മാർക്സ് ചോദ്യം കണ്ടിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. അപ്പോൾ അത് നോക്കി വയ്ക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം, വലിച്ചു വാരി പഠിക്കരുത്. ആദ്യം ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കുക. അതിനുശേഷം ഇപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, അതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് 2 മാർക്സിൻ്റെയിലേക്ക് കവർ ചെയ്യാൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് ഓൾ. ഡെലഗേഷൻ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, റെസ്പോൺസിബിലിറ്റി, സ്പാൻ ഓഫ് കൺട്രോൾ, ഇതൊക്കെ നോക്കാം കേട്ടോ.
അപ്പം അത്ര തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്നും വലിച്ചു വാരി പഠിക്കാണ്ട് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, മോട്ടിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എസ്സേക്ക് മോട്ടിവേഷൻ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലേക്കും 5 മാർക്കിൻ്റെയിലും ഒരെണ്ണം അങ്ങനെയായിട്ടും ഇടാം. അപ്പോൾ ഇതിൽ തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഏരിയ തന്നെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ, വേറെ ഒന്നുമില്ല. മോട്ടിവേഷനിൽ ഇതാ തിയറീസ് ഓഫ് മോട്ടിവേഷൻ പഠിക്കുക. ഇതിൽ മാസ്ലോൻ്റെ നീഡ് ഹയറാർക്കി തിയറി വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെക്ഗ്രെഗറുടെ XY തിയറിയാണ്. മെക്ഗ്രെഗറിൻ്റെ XY തിയറിയാണ് കൂടുതൽ എസ്സേക്ക് കാണാറ്. ഹേഴ്സ്ബർഗ് നോക്കാം 2 ഫാക്ടർ തിയറി. അപ്പോൾ തിയറീസ് ഓഫ് മോട്ടിവേഷൻ പഠിച്ചു വെക്കുക, എസ്സേക്ക് ഇടാം. അതല്ലെങ്കിൽ 2 മാർക്കോ 5 മാർക്കോ ആയിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാസ്ലോ ഇടാറുണ്ട് 5 മാർക്കിൻ്റെയിലേക്ക് 2 മാർക്കിൻ്റെയിലേക്കൊക്കെ സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. അപ്പോൾ മോട്ടിവേഷൻ സ്കിപ്പ് ചെയ്യരുത്. മെക്ഗ്രെഗറിൻ്റെ ഞാൻ പറയണു വീണ്ടും നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മെക്ഗ്രെഗറിൻ്റെ XY തിയറി. മാസ്ലോ നോക്കുക. തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് ചോദിക്കാറുണ്ട്. ആദ്യം സാധാരണ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ 3 ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 വരെ എസ്സേക്ക് 3 ടോപ്പിക്സിൽ നിന്ന് വരാറില്ല. ഇപ്പോൾ അതൊക്കെ മാറി പിടിച്ചു തുടങ്ങിയവർ 4 ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ ഭാഗ്യം. വലിച്ചു വരി പഠിക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുക കേട്ടോ. മോട്ടിവേഷനൊക്കെ തിയറീസ് മാത്രമാണ് മെയിനായിട്ട് കണ്ടു വരുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പാണ്. ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരില്ല കുറവാണ്. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് നോക്കാം, പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ നോക്കാം. കുറച്ച് നാളായിട്ടൊന്നും ചോദിക്കുന്നില്ല. ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് പിന്നെ ഉള്ളത്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിനെ പറ്റിയിട്ട് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ നോക്കാം. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പിൽ എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി, ബട്ട് ഇപ്പോൾ അതിൽ നിന്ന് എസ്സേ ആയിട്ടൊന്നും കണ്ടുവരുന്നില്ല. വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് 2 മാർക്സിൻ്റെയിലേക്കൊക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അത് വിട്ടിട്ടൊന്നും വരുന്നില്ല ഇപ്പോൾ. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈല്, ഫ്രീ റെയിൻ, പാർട്ടിസിപ്പേറ്റീവ്, കരിസ്മാറ്റിക്, പല സ്റ്റൈൽസ് ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കാം. ഇപ്പോൾ ഫ്രീ റെയിൻ എന്താണ്, ലേസിയസ് ഫെയർ ലീഡർഷിപ്പ്, അത്രയ്ക്കുള്ള ആദ്യമൊക്കെ എസ്സേക്ക് വരാറുള്ള ഏരിയ ആണ്. ഇപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. നിങ്ങൾ ലേസിയസ് ഫെയർ എന്താണെന്നൊക്കെ നോക്കിക്കോ 2 മാർക്കിൻ്റെയിലേക്ക്. ഇപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ, അതുപോലെ തന്നെ സ്റ്റൈൽസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്ക്, അത്രയ്ക്കുള്ള സ്കോപ്പ് ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ഏരിയ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ഈ 3 നിന്നും ആദ്യമൊക്കെ നന്നായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 5 മാർക്കും 2 മാർക്കും എന്തായാലും അവർ ഇടുന്നുണ്ട് എപ്പോഴും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് 5 മാർക്കിൻ്റെയിൽ ഇടുന്നുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായും പഠിക്കുക, ഇതും 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഫോമൽ, ഇൻഫോമൽ, എന്താണ് ഗ്രേപ്പ് വൈൻ, ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ്റെ അത് എപ്പോഴും ഇടുന്നുണ്ട്. പ്രോസസ്സും നോക്കി വയ്ക്കുക കേട്ടോ കമ്മ്യൂണിക്കേഷൻ്റെ. സോ അതിൽ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഒരെണ്ണം ഇത് പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അഗെയിൻ 5 മാർക്സ് ചോദ്യം. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഒരെണ്ണം 5 മാർക്കും ഒരെണ്ണം 2 മാർക്കും അവർ ഇടുന്നുണ്ട് കേട്ടോ. ഈ മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതിൽ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അവരിടാണ്ട് പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഇനി ലാസ്റ്റ് ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റിൽ ഡിറക്ഷൻ ആൻഡ് കോർഡിനേഷൻ ആണ്. ഇതിൽ നിന്ന് ഒന്നും കാര്യമായിട്ടുള്ള സൂപ്പർവിഷൻ എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അത്രയ്ക്കുള്ളൂ സൂപ്പർവിഷൻ്റെ കൺസെപ്റ്റ്. കോർഡിനേഷനും 2 മാർക്കിൻ്റെയിലേക്ക് മാത്രമായിട്ട് പഠിക്കുക, അതല്ലാണ്ട് വെറുതെ നോക്കി നേരം കളയരുത്. ഓക്കെ, ദെൻ കോർഡിനേഷൻ്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ഈ 2 കൺസെപ്റ്റ് നോക്കുക 2 മാർക്കിൻ്റെയിലേക്ക്, അതല്ലാണ്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചധികം ഇമ്പോർട്ടൻസ് ഇതിന് കൂടിയുണ്ടെന്നുള്ളത്. ഇതിൽ നിന്നൊരു എസ്സേ ഇടുന്നുണ്ട്.
നിർബന്ധമായും ഒരു എസ് പ്രതീക്ഷിക്കാം. എന്താണ് പിന്നെ എത്തിക്സ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. ഒരു എസ് പ്രതീക്ഷിക്കാം. എത്തിക്സ് എന്താണ്, മൊറാലിറ്റി ആൻഡ് എത്തിക്സ് കൺസെപ്റ്റ്, ഇതൊക്കെ 2 മാർക്സ് ആണേ. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക, വലിച്ചു വാരി പഠിക്കാനല്ല പറഞ്ഞ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് എത്തിക്സ് നോക്കാം. പിന്നെ നെക്സ്റ്റ് എസ് എക്ക് വരുന്നത് തിയറീസ് ഓഫ് എത്തിക്സ് ഉണ്ട്. ദെൻ അതിൽ ഫാക്ടേഴ്സ്, എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ ചോദ്യം എല്ലാ പ്രാവശ്യവും എസ് ആണ്. ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നേരത്തെ നമ്മൾ എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ കൺസെപ്റ്റ് കണ്ടു. ദെൻ ഇതിന് ശേഷമാണ് ഇനി ഇതിൻ്റെ താഴെയാണ് മെയിനായിട്ടുള്ള ഏരിയ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതൊന്നും നോക്കി വെറുതെ നേരം കളയരുത്. ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലോട്ടാണ് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറ്. ഇത് 2 മാർക്കിന് വരാറുണ്ട് കേട്ടോ. എഡ്യൂമോണിസം എന്ന് പറഞ്ഞിട്ടുള്ളത് 2 മാർക്സിന് ഇതിനകത്ത് മുമ്പ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ബേസിക് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കി നേരം കളയരുത്. ഞാൻ വീണ്ടും പറയണു, ബിസിനസ് എത്തിക്സ് ആണ് നമ്മുടെ മെയിൻ സംഭവം. എസ് എക്ക് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറ്. അത് ഈ താഴെയാണ്. ഇവിടെ സ്ട്രെങ്ത് ആൻഡ് പല തിയറീസ് ഉണ്ട്. ദെൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊക്കെ എത്തിക്സിൻ്റെ ബേസിക് തിയറീസ് ആണ് കേട്ടോ. ഇനി മെയിൻ ഏരിയ വരുന്നത് ഇതൊക്കെ വലിച്ചു വാരി പഠിച്ച് നേരം കളയരുത്. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് കൊണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഇവിടെ നിന്നിട്ടാണ്. ആദ്യം എത്തിക്സ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം ബിസിനസ് എത്തിക്സ് എന്താണ് നിർബന്ധമായും പഠിക്കുക. 2 മാർക്സിലേക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് നോക്കാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് എത്തിക്സ്, അങ്ങനെ ഒരു ചോദ്യം ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് എസ് എക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, സ്കോപ്പ് നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, ഏരിയാസ്, ഇതാണ് എസ് എക്ക് ചോദിച്ചിട്ടുള്ളത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇതൊക്കെയാണ് എസ് എക്ക് ചോദിച്ചിട്ടുള്ളത്. മാറി മാറി ഇതിൽ നിന്ന് ഒരെണ്ണം ഇടുന്നുണ്ട്. ഓക്കെ, ഇത് ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇതൊക്കെയാണ് എസ് എ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് ഉണ്ട് നോക്കാം. ബിസിനസ് എത്തിക്സിൻ്റെ ഈ ഏരിയാസ് ആദ്യം ഒന്ന് പഠിച്ചു വെച്ചോ. ഇതിൽ നിന്നൊരു എസ് എ 2 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഇത് ഇമ്പോർട്ടൻസ്, ഇതാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻസ്, ഫാക്ടേഴ്സ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ബേസിക്സ്, ഓക്കെ, ലിമിറ്റേഷൻസ് നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട്. പിന്നെ ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ് കേട്ടോ. ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ്, അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആർഗ്യുമെന്റ്സ് ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടേക്ക് പോകണ്ടേ? ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിലോട്ട് പോവാം കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിക്കൽ ഇഷ്യൂസ് അങ്ങനെ കണ്ടിട്ടില്ല ഗ്ലോബൽ ബേസിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കൂടുതലൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടേമുകൾ ആദ്യം പറഞ്ഞ എത്തിക്സ് എന്താന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അത് നോക്കാൻ മറക്കരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ CSR എന്താണ് അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരൊറ്റ പ്രാവശ്യം എസ് ചോദിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഫേവർ ആയിട്ടുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ CSRനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യവും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എത്തിക്സ് എമർജിങ് ട്രെൻഡ്സ് ലാസ്റ്റ് വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഈ 2 ചാപ്റ്ററിൽ നിന്നും എസ് ഇടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു സ്കോപ്പ് ഉള്ളത് ഈ ഒരു ചാപ്റ്ററാണ്. ഒറ്റ പ്രാവശ്യം ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നോക്കാം. അതിനുശേഷം CSRൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നോക്കി വയ്ക്കാം. പിന്നെ CSR ആക്ടിവിറ്റീസിൻ്റെ ഹിസ്റ്ററി ഒന്നും ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു എസ് സിക്ക് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളത്
CSR എഗെയിൻസ്റ്റ് ഫേവർ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR 5 മാർക്കിനെ പ്രതീക്ഷിക്കാം. ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ് കേട്ടോ, 5 മാർക്സിൻ്റെയിലേക്ക് ചോദിച്ചിട്ടുണ്ട്, നോക്കി വെച്ചോളൂ. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. പിന്നെ ഇതാണ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. SCക്ക് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ആർഗ്യുമെന്റ്സ്, ഫേവർ, അഗെയിൻസ്റ്റ് നോക്കി വയ്ക്കുക. വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് CSR. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് CSR നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് ഫോക്കസ് പോവാം കേട്ടോ. CSRൻ്റെ ബേസിക്സ്, പിന്നെ ആർഗ്യുമെൻറ്റ്സ്, എഗെയിൻസ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ തന്നെയാണ് കൂടുതൽ നോക്കേണ്ടത്. പിന്നെ CSR ആൻഡ് എത്തിക്സ് നോക്കാം. കൺസെപ്റ്റ് നിങ്ങളിപ്പോൾ നേരത്തെ തന്നെ പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, അതും 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. CSR ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് മാത്രമായിട്ട് 2 മാർക്കിൻ്റെ ഉള്ള ചോദ്യം, അതും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും വലിച്ചു വാരി പഠിക്കേണ്ട എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് CSRൻ്റെ നോക്കിക്കോളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ, എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. essay 2 മാർക്സ്, 5 മാർക്സ്, 3 പാർട്ടിലും ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. കുറച്ചൊരു ഡിഫിക്കൽട്ടും ആണ്. അപ്പോൾ 2 മാർക്സിൻ്റെ ഇതിൽ കാണുന്ന പല കൺസെപ്റ്റിൽ ഏതെങ്കിലും 2 3 വരെ വരാം. കൈസൺ 2 മാർക്സിലേക്ക് നോക്കി വെച്ചോളൂ. അപ്പോൾ അതൊക്കെ 2 മാർക്കിലേക്ക് മാത്രമായിട്ട് നോക്കാം. ഫീച്ചേഴ്സ് ഉണ്ട്, നോക്കാം. ദെൻ കൈസൺ എന്താണെന്ന്, ദെൻ TQM, ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളാണ്. ചിലപ്പോൾ അത് 5 മാർക്കിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിക്കാറ്. അപ്പോൾ കൈസൺ നോക്കാം, TQM നോക്കാം, TQMൻ്റെ കൺസെപ്റ്റ് നോക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇതൊക്കെ എമർജിങ് കൺസെപ്റ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. വലിച്ചു വാരി പഠിക്കരുത് കേട്ടോ. ഓരോന്നിലും കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ നോക്കി നേരം കളയരുത്. ഇപ്പോൾ TQM എന്താണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നോക്കാം. കൈസൺ എന്താണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നോക്കാം. 2 മാർക്സിൻ്റെലേക്കും 5 മാർക്സിൻ്റെലേക്കും വന്നാൽ എഴുതാൻ പാകത്തിന്. TPM അഗെയിൻ 2 മാർക്സ് ചോദ്യമാണ്. ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ. അപ്പോൾ വലിച്ചു വാരി പഠിക്കേണ്ട. ഇനി നെക്സ്റ്റ് MAS 2 മാർക്സിൻ്റെലേക്ക് നോക്കാം. കണ്ടിട്ടില്ല ഇതിനായിട്ട് മുമ്പ്, അത്രയ്ക്ക് തന്നെ അതിൽ അതിൻ്റെ കൺസെപ്റ്റ് നോക്കണ്ടോ. MASൻ്റെ ഒന്നും വലിച്ചു വാരി പഠിക്കരുത് കേട്ടോ, കുറേ അവർ ഇട്ടിട്ടുണ്ട്. ദെൻ ISO, ഒരു പ്രാവശ്യം ഇതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം SCക്ക് അടക്കം ഇട്ടിട്ടുണ്ട്. 2 മാർക്കിനെ പ്രതീക്ഷിക്കാം, 5 മാർക്കിനെ പ്രതീക്ഷിക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, അതിൻ്റെ നീഡ് കാര്യങ്ങളൊക്കെ നോക്കാം. ISO ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇത് മറ്റൊരു ചോദ്യം SCക്ക് ഇട്ടിട്ടുള്ള ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്. SCക്ക് ഇതാണ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ SC ഇടണ്. ISO ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ് SCക്ക് അത്രത്തോളം ഒന്നും ഡീറ്റെയിൽസ് ബുക്കിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ ചേഞ്ച് മാനേജ്മെന്റ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതൊരു SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ടു ചേഞ്ച് 2 മാർക്സിൻ്റെലേക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ് 2 മാർക്ക്, 5 മാർക്ക്. ഇതിലത്തെ ഓരോ കാര്യങ്ങൾ 2 മാർക്സ്, 5 മാർക്സ് SCക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറയുമ്പോൾ അത് നോട്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. സ്ട്രെസ് എന്താണ്, സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് നോക്കി വെച്ചോളൂ. കോസസ് ഓഫ് സ്ട്രെസ് 5 മാർക്സിന്റെ ചോദ്യം. ദെൻ ഫിഷ് ബോൺ ഡയഗ്രാം SCക്ക് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെലേക്കും ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല, ഒറ്റ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പല ടോപ്പിക്സ് 2 മാർക്ക്, 5 മാർക്ക് SC ഇതിലേക്ക് മാറി മാറി ഇടുന്നുണ്ട്. ഹോളോക്രസി 2 മാർക്സ് ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ അതുകൊണ്ട് തന്നെ ഇതിലത്തെ ടീമുകളൊക്കെ നോക്കുക. റാങ്ക് ആൻഡ് യാങ് അഗെയിൻ 2 മാർക്സ് ചോദ്യമാണ്. ഇതൊക്കെ 2 മാർക്കാണ് ഇതിലത്തെ ഈ ഇതിലത്തെ ടീമുകളൊക്കെ നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഗാമിഫിക്കേഷൻ 2 മാർക്സ് ചോദ്യം, ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 2 മാർക്ക്, 5 മാർക്കിലേക്കൊക്കെ മാറി മാറി ഇടുന്നതാണ് ഗാമിഫിക്കേഷൻ. അപ്പോൾ വലിച്ചു വാരി പഠിക്കേണ്ട എന്താണെന്നുള്ള കാര്യം നോക്കുക.
ഫ്ലെക്സി വർക്കിംഗ് 2 മാർക്സിലേക്ക് നോക്കിക്കോളൂ. ദെൻ ബിസിനസ് ഇക്കോസിസ്റ്റം ചോദിച്ചിട്ടില്ല, നോക്കാം എന്ന് മാത്രം കേട്ടോ. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് നോക്കി വയ്ക്കാം എന്ന് മാത്രം. ദെൻ ലോജിസ്റ്റിക്സ് എന്താണ്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ലോജിസ്റ്റിക് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആക്ടിവിറ്റീസ് ചോദിച്ചിട്ട് എസ്സേ വന്നിട്ടുണ്ട് കേട്ടോ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്? 2 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രത്തോളം ടേമുകൾ പറഞ്ഞു. പിന്നെ പെർഫോമൻസ് മെഷർമെന്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിയില്ല, ഒരുപാട് ടേമുകളുണ്ട്, ഒരു 8-10 ഉണ്ടെന്നുണ്ട്. ഇതാണ് എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ്. അപ്പോൾ എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എസ്സേ ഇട്ടു എന്നൊക്കെ ഇതുവരെയായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും ചെറുതാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് ഓരോ ടേമുകൾ 2 മാർക്സിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു 5-8 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2-3 വരെ ചിലപ്പോൾ 2 മാർക്കിന് കിട്ടും. അപ്പോൾ ഗ്യാമിഫിക്കേഷൻ, റാങ്ക് ഗ്യാങ്, TPM, ആദ്യത്തെ TQM, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ നമ്മൾ കണ്ടില്ലേ. ഇതിലേതെങ്കിലും 2-3 വരെ 2 മാർക്സിന് പ്രതീക്ഷിക്കാം. എസ്സേ ഒരെണ്ണം വരുന്നുണ്ട്. ഇപ്പോൾ ചേഞ്ച് മാനേജ്മെന്റ് കണ്ടു, TQM വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ലോജിസ്റ്റിക്സ്, ഫിഷ് ബോൺ ഡയഗ്രാം വന്നിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. അപ്പോൾ ഇതൊക്കെ വീണ്ടും ചോദിക്കാമെന്ന് അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ 5 മാർക്കിൻ്റെയും ഇതിൽ ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ചാപ്റ്റർ നമ്പർ 12. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ട് പാറ്റേണിൽ നിങ്ങൾ ഈ ചാപ്റ്റർ നമ്പർ 12 വലിച്ചു വാരി പഠിച്ച ബോറടിയും. ഓരോ ടേമുകളും നോക്കുക, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടത് അങ്ങനെയും പഠിക്കുക, ചാപ്റ്റർ നമ്പർ 12. അതുപോലെ തന്നെ പിന്നെ ബിസിനസ് എത്തിക്സിൽ ഞാൻ പറഞ്ഞു, എത്തിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. ബട്ട് അതിൽ ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻസ്, ബേസിക്സ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെയാണ് എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ് പറയണത്. CSR എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റും CSRനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളും നോക്കി വയ്ക്കുക. അങ്ങനെ ഈ ലാസ്റ്റ് 3 ചാപ്റ്ററുകൾ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് അവസാനിപ്പിക്കുക. എന്നിട്ട് ഈ പറയണ ബേസിക്സിലോട്ട് കിടക്കുമ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ഒക്കെയാണ്. പിന്നെ ലീഡർഷിപ്പിൻ്റെ ബേസിക്സ് നോക്കാം. അതിനുശേഷം അതിനായിട്ട് മുമ്പത്തെ കാര്യങ്ങളിലോട്ട് കൂടുതൽ പോയാൽ മതി. ഓക്കെ, ട്രെൻഡ് മാറിയതുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ ഒരു എസ്സേക്ക് ചോദിച്ചാൽ ഭാഗ്യം. കൂടുതൽ ഇപ്പോൾ 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.